ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ആർഡിനോ യൂനോയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആർഡിനോ യൂനോ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരാൾ നമ്മുടെ കമൻറ്റിൽ ഒരു സംശയം ചോദിച്ചതായിരുന്നു, ഈ ആർഡിനോ യൂനോനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാമോ എന്നുള്ളത്. അവർ ആൻഡ്രോയിഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആർഡിനോ ഡ്രോയിഡ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവഴി നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ആർഡിനോയ്ക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ സാധാരണ ഒരു ആർഡിനോ ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന സമയത്ത് ഉള്ള അത്രയും ഫീച്ചേഴ്സൊന്നും ഇതിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാലും അത്യാവശ്യം ഫീച്ചറുകളെല്ലാം നമുക്ക് ഇതുവഴി പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന LED ഫ്ലാഷിങ്ങിൻ്റെ ആ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ നമുക്കിവിടെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. ഈ എഡിറ്റർ എന്നുള്ള ഭാഗം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കോഡിനെ നേരിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ കോഡ് ടൈപ്പ് ചെയ്യൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രം ശീലമായിട്ടുണ്ടെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം പിന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു സ്പീഡ് എന്തായാലും കിട്ടില്ലല്ലോ. വോയിഡ് സെറ്റപ്പ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ ക്ലോസിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അടുത്തൊരു കോഡ് കൊടുക്കുന്നത് പിൻ മോഡാണ്. പിൻ മോഡ് LED നമുക്ക് ബ്രാക്കറ്റിലിട്ട് കൊടുക്കണം. എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം. LED അതായത് LEDക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പിന്നുണ്ടല്ലോ, അതിനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു കോഡാണിപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ബിൽറ്റ് ആണ് വരെ ബിൽറ്റിന് അതിന് നമുക്കതിനെ ഔട്ട്പുട്ട് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്കിവിടെ ഔട്ട്പുട്ട് പിന്നെ ഔട്ട്പുട്ടാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സെമിക്കോളം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തത് അതിൻ്റെ ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ അടുത്ത ലൂപ്പ് വോയിഡ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ സാധാരണ നമ്മൾ ഇതിൽ ചെയ്യുന്നതേ പോലെ തന്നെ കേട്ടോ, കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. മൊബൈലാകുമ്പോൾ ടൈപ്പിങ്ങിൽ ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഒരുപോലെ തന്നെ വോയിഡ് ലൂപ്പ് അതിൽ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഡിജിറ്റൽ റൈറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ W ആണ് കൊടുക്കേണ്ടത്. ഡിജിറ്റൽ റൈറ്റിൽ നമുക്ക് ആ LED പിന്നിനെയാണ് ഓൺ ഓഫ് ആക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ റൈറ്റിൽ നമുക്ക് വേണ്ടത് LED ബിൽറ്റ് ഇൻ LED ആണ് കൊടുക്കേണ്ടത്. LED ബിൽറ്റ് ഇൻ അതിനെ നമ്മൾ ഹൈ ആക്കുക. അതായത് ആദ്യം LED ഓൺ ആക്കണം. അപ്പോൾ അത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈ എന്നുള്ളത് കൊടുത്തു. നമുക്കതിനെ ക്ലോസ് ചെയ്യാം. എന്തായാലും അത്രയായി. ഇനി അടുത്തത് നമുക്ക് ഡിലേ. അത് കുറച്ച് നേരം ഇങ്ങനെ ഓൺ ഓഫ് ആവാണല്ലോ വേണ്ടത്. അപ്പോൾ ഡിലേ ഇവിടെ കൊടുക്കുകയാണ്. ഡിലേ ഞാനിപ്പോൾ ഒരു 300 ഇട്ട് കൊടുക്കുകയാണ്. അത് 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 മില്ലി സെക്കൻഡാണ് ഇത് വരിക. ഇനിയിപ്പോൾ ഇതിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അല്ലാതെ പിന്നെ ഇത് നമ്മൾ ഇനി വീണ്ടും ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട. ഇതിനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇതിൽ മൊബൈലിലാകുമ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ചെറിയൊരു പ്രയാസം കാരണമാണ്. ഇനി അതിനെ നേരെ അടിയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഹൈക്ക് പകരം ലോ ആക്കണം. ലോ ആകുമ്പോൾ LED ഓഫ്. ലോ എന്ന് പറയുന്നത് 0 കണ്ടീഷനിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ലോ ആക്കി ഡിലേ അതേ ഡിലേ തന്നെ ഇടാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിനി ഈ പ്രോഗ്രാം ഇപ്പം നമ്മൾ ചെയ്ത ഈ ഒരു പ്രോഗ്രാം വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയണം. അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പണി ഇവിടെ ഈ കണ്ട സാധനം കണ്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ സ്കെച്ച് ഈസ് മോഡിഫൈഡ്, സേവ് സ്കെച്ച് ബിഫോർ കമ്പൈലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. എന്തായാലും നമ്മളിവിടെ എസ് കൊടുത്തു. എസ് കൊടുത്തോടു കൂടി ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. LED ഇതിലിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു എററാണ് കാണിക്കുന്നത്. അപ്പോൾ ആ എറർ കാണിക്കുന്നത് LED ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തത് ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ സ്പെല്ലിങ്ങിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ L കൊടുത്തിട്ടില്ല. അപ്പോൾ L-ന് ഇട്ട് കൊടുത്തു. ഇനി ഒന്നും പാടെ നോക്കാം. അപ്പോൾ ഇത് ഫിനിഷായി, ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ ആർഡിനോനെ ഒരു OTG കേബിൾ വഴി നമ്മൾ
നമ്മളെ മൊബൈലിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ OTG കേബിൾ വഴി മൊബൈലിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ആയതുകൊണ്ട് എനിക്ക് രണ്ടുകൂടെ കാണിച്ചു തരൽ ബുദ്ധിമുട്ടാണ്. എന്തായാലും അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കാം. ഇനി ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഈ ഭാഗമുണ്ട്, അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ആക്ഷൻസ് എന്നുള്ള ഒരു ഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഈ ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അപ്ലോഡ് ഓവർ USB. അപ്പോൾ നമ്മൾ അപ്ലോഡ് ഓവർ USB കൊടുത്തു. അത് കൊടുത്തോട് കൂടിയിട്ട് അത് അപ്ലോഡായി. നമ്മുടെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട് സ്കെച്ച് അപ്ലോഡ് എന്നൊക്കെ എഴുതി കാണിച്ചു. ഇത് അതിൻ്റെ പരസ്യമാണ്. അവരുടെ പ്രീമിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആക്സസ് ചെയ്യാം, എല്ലാ ഫീച്ചേഴ്സും ആക്സസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് നമ്മൾ ക്യാൻസൽ അടിച്ചു. ഇപ്പോൾ ഇതോടുകൂടി അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി അപ്ലോഡ് ആയത് നമുക്കിത് മൊബൈൽ ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വേറൊരു വീഡിയോ എടുത്തിട്ട് കാണിച്ചിട്ട് അപ്പോൾ അതിൻ്റെ LED ഫ്ലാഷിങ് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ നേരത്തെ ഇതിലേക്ക് കയറ്റിയ പ്രോഗ്രാമാണ്. 300 മില്ലിസെക്കൻഡ് ഇടവിട്ടിട്ട് ആ LED ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഏത് പ്രോഗ്രാമിനെ വേണമെങ്കിലും അതിൽ ടൈപ്പ് ചെയ്യാം. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. വലിയ കോഡുകളൊന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല, അത്തരം ലിമിറ്റേഷൻസ് ഉണ്ടാവുന്നുള്ളൂ. എന്നാലും നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് തന്നെ ഇതിന് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.